CV അനുമോദ് പാലക്കാട്ടെയും മലപ്പുറത്തെയും വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ആദ്യം നമുക്ക് സംസാരിക്കേണ്ടത് പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിനുശേഷം PK കുഞ്ഞാലിക്കുട്ടിയും കണ്ടു. അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ ട്രെൻഡ് തന്നെ ഇവിടെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാം ഘട്ടത്തിൽ വലിയ വോട്ടെടുപ്പ് നടന്നു, അല്ലെങ്കിൽ വലിയ പോളിംഗ് നടന്നു എന്ന് പറയുമ്പോൾ ഈ മുസ്ലിം ലീഗിന് വലിയൊരു ശുഭാപ്തി വിശ്വാസമുണ്ട് ആ ട്രെൻഡ് ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ. തീർച്ചയായും രഞ്ജിത്ത്, നമുക്കറിയാം മലബാറിന്റെ ഒരു രാഷ്ട്രീയം അത് എപ്പോഴും UDFന് ആത്മവിശ്വാസം നൽകുന്നതാണ്. പ്രത്യേകിച്ച് ലീഗിന്റെ ഉറച്ച കോട്ടകളിലാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ തന്നെ UDFനെ സംബന്ധിച്ചുണ്ട്. നമ്മൾ മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ഒക്കെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇത്തവണ മുൻപത്തേക്കാൾ കൂടുതൽ പ്രതീക്ഷ മുസ്ലിം ലീഗിനുണ്ട്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം ശക്തമായി ഈ ഒരു മേഖലകളിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ്. അതിനവർ ചൂണ്ടിക്കാണിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങളും കണക്കുകളും കൂടി വെച്ചാണ്. രണ്ടാമതായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള മറ്റൊരു കാരണം, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ ഒരു പിന്തുണ, ഒരു പരോക്ഷമായ ഒരു പ്രത്യക്ഷത്തിൽ തന്നെ അവർക്ക് ഒപ്പമാണ് എന്നുള്ള ഒരു നിലപാടെടുത്തതാണ്. സ്വാഭാവികമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ശക്തിയുള്ള ഒരു സാഹചര്യം ഇവിടെ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിക്കുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിട്ട് തന്നെ നിലനിൽക്കും. എൻ ബ്ലോക്കായിട്ട് വെൽഫെയറിന്റെ വോട്ടുകൾ UDFനൊപ്പം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മറ്റൊരു ആശങ്കയ്ക്കും കാര്യമില്ല, കാരണവുമില്ല. അതുതന്നെയാണ് UDFനെ സംബന്ധിച്ച് ഈ രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഭരണവിരുദ്ധ വികാരം കഴിഞ്ഞ 10 വർഷമായിട്ട് തുടരുന്ന CPM ഭരണത്തിനെതിരായിട്ടുള്ള, ഇടതുപക്ഷ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരം ജനങ്ങളിലുണ്ട്. അത് പരമാവധി പ്രചരണ വിഷയമാക്കാൻ UDF ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ചർച്ചയാക്കുവാനും UDFന് സാധിച്ചിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസവും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമോ മറ്റെന്തെങ്കിലും വിഷയമോ ഒന്നും പ്രസക്തമല്ല എന്ന് കുഞ്ഞാലിക്കുട്ടിയും തങ്ങളുമാരും പറയുന്നൊരു പശ്ചാത്തലം കൂടി പ്രധാനമാണ്. അതൊക്കെ ആയിരുന്നല്ലോ പാലക്കാട്ട് വലിയ ചർച്ചയായിരുന്നത്, അല്ലെങ്കിൽ ആ മേഖലകളിലൊക്കെ വലിയ ചർച്ചയായിരുന്നത്. ഇന്നിപ്പോൾ ഒരുപക്ഷെ രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ അപ്രസക്തമാക്കി ഭരണവിരുദ്ധ വികാരം, വിലക്കയറ്റം ഒക്കെ ജനങ്ങളെ സ്വാധീനിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് UDFനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെ, തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടക്കമുള്ള വിവാദങ്ങളൊക്കെ താൽക്കാലികമാണ്. പക്ഷെ 10 വർഷമായിട്ട് ജനം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, അതിന് മറുപടി നൽകാനുള്ള ഒരു അവസരമായിട്ട് തെരഞ്ഞെടുപ്പിനെ ഈ UDFന്റെ പ്രചരണത്തെ ജനങ്ങൾ ഉപയോഗിക്കുമെന്നത് തന്നെയാണ് UDFന്റെ മുഖ്യ ഒരു പ്രതീക്ഷ ആയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ തോതിൽ തന്നെ പ്രചരണങ്ങളിൽ LDF ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലും കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടിയാണ് സ്വീകരിച്ചത്. മുൻകൂർ ജാമ്യമില്ല ആദ്യ ഘട്ടത്തിൽ ഇതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ. സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടിനപ്പുറത്തേക്ക് മറ്റൊരു പാർട്ടി എടുത്തിട്ടില്ല എന്ന് ലീഗ് വ്യക്തമാക്കുകയും ചെയ്തൊരു സാഹചര്യം കൂടി. നമ്മൾ പലവട്ടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാക്കളെ കാണുമ്പോൾ കോൺഗ്രസ് അതിൽ എടുക്കാവുന്നതിൽ ഏറ്റവും ഉചിതമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതിനപ്പുറം തന്നെ മുകേഷിനെയും മറ്റ് ഇടതുപക്ഷ MLA-മാരെയും വിമർശിച്ചുകൊണ്ടാണ്, താരതമ്യം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നിലപാടിനെ മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ അടയാളപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് ഒരു തരത്തിലും കോൺഗ്രസിനോ UDFനോ എതിരായ ഒരു സാഹചര്യം തീർക്കില്ല എന്ന പ്രതീക്ഷ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ പങ്കുവയ്ക്കുമ്പോൾ പ്രധാനമായിട്ടും ഭരണവിരുദ്ധ വികാരം അത് വലിയ തോതിൽ തന്നെ ജനങ്ങൾ നേരിട്ട് ബാധിച്ച പ്രശ്നങ്ങളിൽ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഇടതുപക്ഷത്തിനെതിരായിട്ട് തന്നെയാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് UDF പങ്കുവയ്ക്കുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ തീർക്കുന്നു എന്ന് ഇന്നലെയും മുസ്ലിം ലീഗ് വ്യക്തമാക്കിയതാണ്. അത് നിലപാട് ആവർത്തിക്കുമ്പോൾ വലിയ പ്രതീക്ഷ UDF മലബാർ മേഖലകളിൽ കണ്ണുവയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച വെൽഫെയർ പാർട്ടിയുടെ സ്വാധീനം, അത് അവരുടെ പിന്തുണ, അത് മുൻപൊക്കെ ഓരോ മേഖലകളിൽ പ്രാദേശികമായിട്ടുള്ള ഒരു ധാരണയായിരുന്നെങ്കിൽ ഇന്ന് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമൊക്കെ എല്ലാ മേഖലകളിലും, എല്ലാ വാർഡുകളിലും എന്നൊക്കെ തന്നെ പറയാം, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFനൊപ്പമാണ്. കഴിഞ്ഞ തവണ 2015 നമ്മൾ കണ്ട ഒരു സാഹചര്യം, അവിടെ ഇടതുപക്ഷവുമായിട്ട് ആശയപരമായിട്ട് എതിർപ്പുണ്ടെങ്കിൽ ഇടതുപക്ഷവുമായിട്ട് അവർ സാഹചര്യത്തിന് അനുസരിച്ച് യോജിപ്പ് ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഓരോ വാർഡുകളിൽ ചിലപ്പോൾ ഇടതുപക്ഷത്തിനാണെങ്കിൽ ചിലപ്പോൾ മറ്റൊരു വാർഡിൽ UDFനായിരിക്കും. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. എല്ലായിടത്തും UDFന് തന്നെയാണ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ. സ്വാഭാവികമായിട്ടും ചെറിയ വോട്ടുകൾക്ക് ജയിച്ചിരുന്ന വാർഡുകൾ നിലനിർത്തുവാനും നഷ്ടമായിരുന്ന അവിടെ തിരിച്ചുപിടിക്കുവാനും ഈ ഒരു പിന്തുണ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ച് മലബാർ മേഖലയിൽ ഇത്രയും ആത്മവിശ്വാസം വരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇതുവരെ ഉറപ്പുണ്ടാകാതിരുന്ന
വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഇത്തവണ UDF-നൊപ്പമാണ് എന്നുള്ളത് തന്നെ. ഇതിനെതിരെയുള്ള ഇടതുപക്ഷത്തിന്റെ പ്രചാരണം എത്രമാത്രം ഫലം കാണുമെന്നുള്ളതും ഉയർന്ന ചോദ്യമാണ്. അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക ഒരു പക്ഷേ വടക്കൻ കേരളത്തിൽ നിന്നായിരിക്കില്ല, തെക്കൻ കേരളത്തിലായിരിക്കും. കാരണം തെക്കൻ കേരളത്തിൽ ഈ ഒരു UDF-നൊപ്പം വെൽഫെയർ പാർട്ടി ചേരുന്നു എന്നുള്ള തരത്തിലുള്ള അല്ലെങ്കിൽ ആ വിഷയം ഊന്നിയുള്ള പ്രചാരണം ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള മേഖലയും മധ്യ കേരളവും തെക്കൻ കേരളവുമാണ്. അതും നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിർണായകമാകുന്ന ഒരു ദിശാസൂചികയായിട്ട് വേണം കണക്കാക്കാൻ. അനുമോദം, നമുക്ക് പാലക്കാട്ടേക്കൊന്ന് വന്നാൽ ഈ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എത്തിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിനേക്കാളും ശ്രദ്ധ ഒരുപക്ഷെ രാഹുലിൻ്റെ വോട്ടിലേക്ക് എത്തിയേക്കാം. ചാനലുകൾ മൊത്തം അത് കവർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൽ തിരിച്ചടിയുണ്ടാകുക കോൺഗ്രസിനാകും. ഈ തെരഞ്ഞെടുപ്പ് ദിവസവും വടക്കൻ ജില്ലകളിൽ രാഹുൽ വിഷയം ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ചില്ലറ ഡാമേജ് ഒന്നും ആയിരിക്കില്ല കോൺഗ്രസിൽ സൃഷ്ടിക്കുക. എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അയാളെന്ന് വോട്ട് ചെയ്യാൻ എത്തുമോ? 14 ദിവസമായിട്ട് ഒളിവിലാണ്. തീർച്ചയായും രഞ്ജിത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പോളിംഗ് ബൂത്തായിട്ടുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ രണ്ടാം പോളിംഗ് ബൂത്ത് നമ്പർ 2-ലാണുള്ളത്. ഇവിടെ സുൽത്താൻപേട്ട് സൗത്ത്, ഇതാണ് ഈ മേഖലയുടെ പേര്. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ബൂത്തുള്ളത്. രാവിലെ മുതൽ തന്നെ ഇവിടെ എല്ലാവരും എത്തിച്ചേരുന്നുണ്ട്, വോട്ടിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ ഇല്ലയോ എന്ന് തന്നെയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രചരണത്തിലൊക്കെ സജീവമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരുന്നു. എനിക്ക് വേണ്ടി പ്രചരണം നടത്തിയവർക്ക് വേണ്ടി ഞാൻ പ്രചരണം നടത്തുമെന്ന് പാർട്ടിയുടെ വിലക്കും നേതാക്കളുടെ വിലക്കും ഒക്കെ ഉണ്ടായിട്ടും രാഹുൽ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. അത് പാലക്കാട് DCCയുടെ ഒരു മൗനാനുവാദത്തോടെയാണെന്ന തരത്തിലും വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ പരാതി എത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതോടെ സാഹചര്യങ്ങൾ മാറുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്നറിയാത്ത അവസ്ഥയാണ് 14 ദിവസമായിട്ട്. അതായത് ഒരു നാട്ടിലെ MLA എവിടെയാണെന്നറിയാത്ത അവസ്ഥയാണ് 14 ദിവസമായിട്ട് ഇവിടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് 2 കേസുകളിലും മുൻകൂർ ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കി പുറത്തിറങ്ങാവുന്നൊരവസ്ഥയാണ്. പക്ഷേ ഇന്നത്തെ നിർണായക ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയാൽ, പാർട്ടിക്ക് പുറത്തായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഏതെങ്കിലും നേതാക്കൾ ഉണ്ടെങ്കിൽ, കോൺഗ്രസിൻ്റെ ഏതെങ്കിലും താഴെത്തട്ടിലെ പ്രവർത്തകരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയ തോതിൽ തന്നെ ചർച്ചയാവുകയും ഒരു ഇടതുപക്ഷമൊക്കെ വലിയ തോതിൽ അതൊരു പ്രചരണ വിഷയമാക്കി എടുക്കുകയും അങ്ങനെ ഒരു ഇന്നത്തെ ദിവസത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ വോട്ടിലേക്ക് മാറുകയും അത് UDF-ന് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തീർക്കുമോ എന്നൊരാശങ്കയും UDF-നെ സംബന്ധിച്ചിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രചരണം തന്നെ UDF-നെ സംബന്ധിച്ച് അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തി ഒരുപക്ഷെ UDF-ന് അനുകൂലമായിട്ട് സംസാരിച്ചാൽ പോലും അത് ഗുണത്തേക്കാളേറെ ദോഷം തന്നെയായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ UDF-ന് നൽകുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ 14 ദിവസത്തെ ഈ ഒളിവ് ജീവിതത്തിന് ശേഷം വോട്ട് ചെയ്യാനെത്തുമോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഒരുപക്ഷെ രാഹുൽ എത്തിയാൽ ഇന്ന് മാറിയേക്കാം. സംശയമില്ലാത്ത കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.